നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം. അപ്പൊ കടലിനകത്ത് ഒരു സ്ത്രീയുടെ വികാരം നികത്താൻ ആരെ കൊണ്ടും കഴിയും. അപ്പൊ എന്ന് പറയുന്നത് ഇപ്പൊ ഇത് സിനിമാ ലോകത്ത് നടക്കുന്നതാണ്. ശരിക്ക് അന്തർലീനമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും കൊല്ലം പണ്ട് മുതലേ ഉള്ളതാണ്. കാരണം പ്രശസ്തി വേണം. ആണുങ്ങളെ സംബന്ധിച്ച് അതല്ല. പണ്ട് പറഞ്ഞേക്കണം, ചെളി കണ്ടാൽ ചവിട്ടും, വെള്ളം കണ്ടാൽ കഴുകുമെന്ന് പറഞ്ഞേക്കണം. സ്ത്രീകളെ സംബന്ധിച്ചില്ല. പക്ഷെ മാനാഭിമാനമുള്ള സ്ത്രീകളാരും പോകില്ല. കാരണം അവർക്ക് പ്രശസ്തിയും വേണം, പണവും വേണം. എന്നിട്ട് വന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അവഹേളന വിധത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ സംഭവങ്ങളാണ് ഇപ്പൊ വെളിപ്പെടുത്തുന്നത്. ഒരു ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഇതൊക്കെ മുമ്പ് ആയിക്കൂടെ? ഈ പീഡനങ്ങളും കാര്യങ്ങളും ആ കാലഘട്ടങ്ങളിലുണ്ട്. അന്നേരം എന്താ ഇവര് റിപ്പോർട്ട് ചെയ്യാൻ ചെയ്തില്ല. അപ്പൊ ഇപ്പൊ വന്ന് വെളിപ്പെടുത്തലെന്ന് പറഞ്ഞാൽ അങ്ങൊന്നും കൊള്ളാത്ത വിധത്തിലുള്ള ഒരു ഇതാണ്. ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഉള്ള ഒരു തിരിമറികളാണ് നടക്കുന്നത്. അതിനകത്ത് വലിയ കഴമൊന്നുമില്ല. പറഞ്ഞ മനസ്സിലായേ? ഇവർക്ക് പ്രശസ്തി വേണം, പണവും വേണം. അത് നടന്നു. പിന്നെ വികാര വിചാരങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പുൽക്കൊടിക്ക് വരെ ഉണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ശരിക്കും യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ഈ വിവാദ പരാമർശങ്ങളൊക്കെ എല്ലാം അവരവരുടെ കാര്യസാധിക്ക് വേണ്ടി അന്ന് പല കാര്യങ്ങളും സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കാശായി, ചാനലിൽ പ്രസക്തി വേണം, കുറേ നടന്മാരും അതുപോലെ പോലെ കുറേ സംവിധായകരും നിർമ്മാതാക്കളെയും കരുതിച്ച് കാണിക്കുന്ന പ്രവണത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പുരോഗമനവാദികളായ കുറേ ആളുകൾ അത് എതിർക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനത്തെ ഒരിക്കലും നശിപ്പിച്ചു കളയരുത്. കാരണം സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ പല നല്ല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഒത്തിരി മോശമുള്ള കാര്യങ്ങളൊക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘടന തകർക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറയുന്നതിൽ എത്രത്തോളം സത്യം എന്ന് അറിയില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ സംഭവം അന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്ന് തന്നെ പറയാമായിരുന്നു. പിന്നെ ഇപ്പം വന്നിട്ട് ഒരു 20 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ് വന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.